കോൺഗ്രസിൻ്റേത് ഈ കുട്ടിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമല്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതെങ്ങനെ നേരിടും എന്നുള്ളൊരു ആശയക്കുഴപ്പവും ഒപ്പം രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ പോരാളികളിൽ നിന്നുള്ള ആക്രമണവുമാണ് കോൺഗ്രസിനെ തളർത്തുന്നത്. ഞാനിതിലെ സത്യവാങ്മൂലത്തിൽ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വരാം. മുൻകൂർ ജാമ്യാപേക്ഷയിലെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, വളരെ കൗതുകകരമാണ്. അതിലൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നുവെന്നും വിവാഹിതയായ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നത് താൻ അറിഞ്ഞുവെന്നും അങ്ങനെ അറിഞ്ഞതിൽ ആ പെൺകുട്ടിയോട് എമ്പതി തോന്നി പിന്നീട് ആ സൗഹൃദം ഇഷ്ടമായി പരിണമിച്ച് പിന്നീടാണ് അവർ ബന്ധത്തിലേക്ക് പോയത് എന്നുമാണ് ഈ MLA പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ ചെയ്ത ആദ്യത്തെ ഒരു തെറ്റ് അദ്ദേഹം സ്വയം സമ്മതിക്കുന്നത് ഇവിടെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ ഇരയായൊരു പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കി ഒടുവിൽ ആ ഗർഭഛിദ്രത്തിന് അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്ന് കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചടിയാവുന്നതിൻ്റെ ഒരു പോയിന്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഞാൻ കോട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ